പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു അപകടം ഉണ്ടായത്. റോഡിലെ കുഴിയിൽ തെറിച്ച് വീണ് പിന്നീട് ആ യുവതി കുഴിയിൽപ്പെട്ടു. പിന്നീട് റോഡിലേക്ക് വീണ് ലോറി കയറി ഇറങ്ങി മരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോൺഗ്രസും പ്രതിഷേധം സംഘടിപ്പിക്കും. അജിത് ബാബുണ്ട്. അജിത്ത്, ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ നാട്ടുകാരടക്കം പറഞ്ഞിരുന്നു റോഡിൽ നിരവധി കുഴികൾ ഉണ്ടെന്നും ഈ വിവരങ്ങളൊക്കെ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇന്നലെ തന്നെ വലിയ ആരോപണവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണോ രാഷ്ട്രീയ സംഘടനകളുടെ അടക്കം തീരുമാനം? തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഈ സ്ഥലത്ത് നേരത്തെയും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നാട്ടുകാർ ഈ കുഴിയിൽ വണ്ടി സ്കിഡാകുന്ന ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് പരിഹരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ ഇത്തരത്തിൽ രാത്രിയാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ഈ ഭാര്യ ജയന്തി മാർട്ടിൻ ഈ കുഴിയിലേക്ക് വീണിട്ട് അവിടെ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീഴുകയും പിന്നിൽ നിന്ന് വന്ന ലോറി ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ആ നിമിഷം തന്നെ സ്ഥലത്ത് വെച്ച് തന്നെ വകുപ്പ് മന്ത്രിക്കും ഈ കരാറുകാരനുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇത് തുടർന്നാൽ തീർച്ചയായും ശക്തമായ രീതിയിലുള്ള സമരപരിപാടികൾ, ഒരു മന്ത്രിക്കും ചിറ്റൂരിന്റെ മണ്ണിൽ കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരപരിപാടികൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുമെന്നാണ് പറയാനുള്ളത്. जय जय भारत माता, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, बोलिंजु भाई बोलिंजु भाई बोलिंजु भाई बोलिंजु भाई. അജിത്ത്, BJP കടുത്ത പ്രതിഷേധത്തിലാണ്. ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ BJPയുടെ പ്രാദേശിക നേതാക്കളുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ലക്ഷ്മി, തീർച്ചയായും അത് BJP എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നാട്ടിൽ പൊതുവായി വലിയ തരത്തിലുള്ള ഒരു വികാരമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരൊക്കെ ആണെങ്കിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് നീണ്ട കാലമായി കുഴി ഇവിടെ നിലനിൽക്കുകയാണ്. നിരവധി ഘട്ടങ്ങളിലായി പല ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അത് ലാഘവത്തോടെ എടുത്തു. പക്ഷെ ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അജിത്ത്, പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുമ്പോഴും അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കട്ടെ, ആ റോഡിലെ കുഴികളൊക്കെ മാറ്റട്ടെ. വളരെ ദാരുണമായൊരു സംഭവമായി പോയി. കുഴിയിൽ വീഴുകയും വാഹനം കുഴിയിൽപ്പെടുന്നു, പിന്നീട് തെറിച്ച് ഈ പാതയിലേക്ക് റോഡിലേക്ക് വീഴുകയും പിന്നീട് ലോറി കയറി ഇറങ്ങിയാണ് മരണം സംഭവിച്ചത്. ഇതുപോലെ ഒത്തിരി കുഴികൾ ആ റോഡ് നിറയെ ഉണ്ടെന്നാണ് നാട്ടുകാരടക്കം ഇന്നലെ പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ നടത്തിയതും. അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കട്ടെ.